നമസ്കാരം. പ്രധാന വാർത്തകളുമായി അവർ TV 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajuma. വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. വയനാട് മുണ്ടക്കൈ ദുരന്തം, മരണം 93ആയി, 45 പേരെ തിരിച്ചറിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും മലവെള്ളപ്പാച്ചിൽ. മേപ്പാടി മുണ്ടക്കയത്തുണ്ടായ വൻ ഉരുൾപൊട്ടലിൽ മരണം 93ആയി. ചാലിയാർ പുഴയിൽ നിന്ന് 9 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയെന്ന് വിവരം. വയനാട് ദുരന്തം 5 കോടി അനുവദിച്ച് സ്റ്റാലിൻ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേക സംഘം കേരളത്തിലേക്ക്. ആമഴിഞ്ചാൽ തോട്ടിൽ ജോയിക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയ 100-അംഗ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം തിരുവനന്തപുരത്ത് നിന്നും വയനാട്ടിലേക്ക്. സംഘത്തിൽ സ്കൂബ ഡൈവിംഗ് ടീമും. കേരളത്തിൽ അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. ഇതുപ്രകാരം വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. പട്ടാമ്പി പാലം താൽക്കാലികമായി അടച്ചു. ശക്തമായ മഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ തഹസിൽദാർ TG ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയതിനു ശേഷമാണ് തീരുമാനമെടുത്തത്. അറബിക്കടലിലെ ന്യൂനമർദ്ദം ഒമാനിൽ ഇന്നു മുതൽ 4 ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യത. മഴ ശക്തമായതോടെ പീച്ചി ഡാമിലെ 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ കൂടി ഉയർത്തി. മരണത്തിന്റെ മാലാഖയെ പിടികൂടി ദുബായ് പോലീസ്. പ്രശംസിച്ച് ഡച്ച് പ്രധാനമന്ത്രി. ഏഞ്ചൽസ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ മാലാഖ എന്ന ക്രിമിനൽ സംഘടനയുടെ തലവനായ ഡച്ച് പൗരനെ ദുബായ് പോലീസ് സമർത്ഥമായി പിടികൂടിയത്. ലഹരിമരുന്നു കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ, മനുഷ്യക്കടത്ത് എന്നിവയുൾപ്പെടെ കുറ്റകൃത്യങ്ങൾക്ക് പ്രതിക്കെതിരെ രാജ്യാന്തര വാറണ്ട് ഉണ്ടായിരുന്നു. ഇനി സ്പോർട്സ്. ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് രോഹൻ ബൊപ്പണ്ണ. ടേബിൾ ടെന്നീസിൽ പുതുചരിത്രമെഴുതി കനിക ബത്ര. സിംഗിൾസിൽ പ്രതീകയെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ. ബാഡ്മിന്റണിൽ ചരിത്രമെഴുതി സ്വാതിക് ചിരാഗ് സഖ്യം ക്വാർട്ടറിൽ. സിംഗിൾസിൽ ലക്ഷ്യയ്ക്കു ജയം. പാരീസിൽ ഇന്ത്യക്ക് വീണ്ടും മെഡൽ തിളക്കം. ഷൂട്ടിംഗിൽ മനു ഭാസ്കർ രബ്ജോത് സഖ്യത്തിന് വെങ്കലം. സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യമായി ഒരേ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഇരട്ട മെഡൽ. ചരിത്രം മനു ഭാസ്കർ. ഇതോടുകൂടി ഈ വാർത്തകൾ സമാപിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നമസ്കാരം. This news brought to you by Lucky Center and Lucky Department Store, Ajuma.